ഇന്നത്തെ വീഡിയോ കാണുമ്പം പലരുടെയും പിണക്കം അലിഞ്ഞു പോകും എനിക്കറിയാം. ജനൽ ദോശയുടെ റെസിപ്പി പറയാത്തതിന് പരിഭവിച്ച കുറച്ച് പ്രിയങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് വലിയ സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാഞ്ഞത് കേട്ടോ. പക്ഷേ നിങ്ങളിങ്ങനെ പിണങ്ങിയാൽ എനിക്ക് സങ്കടമാണ്. അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ. ജനൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തു. പിന്നെ ഏറെ വെള്ളം ഒഴിച്ച് മാവ് നേർപ്പിച്ചെടുക്കണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിൽ. അത് പച്ചരി മാവാണ്, ഇത് ഗോതമ്പ് പൊടി, അത്രയേ ഉള്ളൂ. നല്ല പോലെ ചൂടായ ദോശക്കല്ലിലോട്ട് മാവ് കോരി ഒഴിക്കുമ്പം തന്നെ നമ്മുടെ ജനൽ ദോശയുടെ പാറ്റേൺ റെഡിയാവും. പിന്നെ തിരിച്ചിടുകയൊന്നും വേണ്ട, ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് ചുട്ടെടുത്തേച്ചാൽ മതി. കൂടെ കൂട്ടാൻ ഒരു കുഞ്ഞ് ചമ്മന്തിയും കൂടെ അങ്ങ് ആക്കും. ചുവന്നുള്ളി അരിഞ്ഞതിനകത്ത് 1 സ്പൂൺ മുളക് പൊടിയും ലേശം ഉപ്പും ആവശ്യത്തിന് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കും. ഇമ്മിണി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിളക്കി എടുത്താൽ ചമ്മന്തി റെഡിയായി. ചൂടുള്ള ജനൽ ദോശയും മുളക് ചമ്മന്തിയും കൂടെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ജനൽ ദോശ പഞ്ഞി പോലെ ആയി പോവും കേട്ടോ.